PSC സിവിൽ സർവീസ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിവിധ രാജ്യങ്ങളുടെ പരമോന്നത പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ പരീക്ഷയ്ക്ക് കൂടുതലായി ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഈയിടെ കിട്ടിയ പുരസ്കാരങ്ങൾ തന്നെയാണ്. ആദ്യം അതിലൂടെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഒന്ന്, ഓർഡർ ഓഫ് അബ്ദുൽ അസീസ് അൽ സൗദ്. ആ പേരിൽ തന്നെ അൽ സൗദ് എന്നുണ്ട്. അപ്പോൾ അത് സൗദി അറേബ്യയാണ് ആ അവാർഡ് കൊടുത്തിട്ടുള്ളത്. സൗദി അറേബ്യയുടെ ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് ഓർഡർ ഓഫ് അബ്ദുൽ അസീസ് അൽ സൗദ്. ഇനി ഇത് 2016 മോദിക്ക് ലഭിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, സ്റ്റേറ്റ് ഓർഡർ ഓഫ് ഖാസി അമീർ അമാനുള്ള ഖാൻ. അപ്പോൾ ഇതിലും ആ പേരിൽ ഖാസി അമീർ എന്നുണ്ട്. സോ ഖാസി എന്നുള്ളതിനെ ഒന്ന് മനസ്സിലാലോചിച്ചാൽ അഫ്ഗാനിസ്ഥാൻ ഖാസി അമീർ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതിയാവും. സോ 2016 തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ്റെയും പരമോന്നത പുരസ്കാരം ഖാസി അമീർ അമാനുള്ള ഖാൻ എന്നുള്ളത് നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത്. മൂന്നാമത്തേത്, ഗ്രാൻഡ് കോളർ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ അവാർഡ്. അപ്പോൾ പാലസ്തീനിലെ പരമോന്നത പുരസ്കാരമാണ്. സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ അവാർഡ് എന്നുള്ളത് നമുക്ക് ഓർക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ ഒരു ഭാഗം മാത്രം അവിടെ ഒന്ന് ഓർക്കുക. ഗ്രാൻഡ് കോളർ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ. അപ്പോൾ ഇത് 2018 മോഡിക്ക് ലഭിച്ചത്. പാലസ്തീൻ്റെ ഈ ഒരു സമുന്നതമായ പുരസ്കാരം നേടുന്ന 4ാമത്തെ മാത്രം വ്യക്തിയാണ് നരേന്ദ്രമോദി. ഇതിനു മുൻപ് സൽമാൻ രാജാവ്, അതുപോലെ തന്നെ 2017 കിങ് ഹമാദ് ഓഫ് ബഹ്റിൻ, അതുപോലെ 2017 തന്നെ പ്രസിഡന്റ് സി ജിൻപിങ് ഓഫ് ചൈന, ഇവർക്ക് മാത്രമാണ് നരേന്ദ്രമോദിക്ക് മുൻപ് ഈ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്രാൻഡ് കോളർ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ. 4, ഓർഡർ ഓഫ് സയ്യദ് അവാർഡ്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓർഡർ ഓഫ് സയ്യദ് അവാർഡ്. ഇതിനകത്ത് ആ രാജ്യം ഏതാണെന്നുള്ളത് ഒരു ക്ലൂ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ നന്നായി പഠിക്കുക. സയ്യദ് അവാർഡ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ചോദിക്കാം. സോ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE ആണ് ഉത്തരം. 2019 ഇത് മോദിക്ക് സമ്മാനിക്കുന്നത്. 5, ഓർഡർ ഓഫ് സെൻറ്റ് ആൻഡ്രൂ അവാർഡ്. അപ്പോൾ ഇവിടെയും സെൻറ്റ് ആൻഡ്രൂ, നമ്മൾ ആ ഒരു ക്രിസ്ത്യൻ പേരുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലും റഷ്യ എന്നുള്ള നമുക്ക് ആലോചിക്കാൻ സാധിക്കണം. അപ്പോൾ റഷ്യയുടെ പരമോന്നതമായ പുരസ്കാരമാണ് ഓർഡർ ഓഫ് സെൻറ്റ് ആൻഡ്രൂ അവാർഡ്. ഇത് 2019 തന്നെയാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫാക്റ്റ് ശ്രദ്ധിക്കാനുള്ളത്, USSR വരുമ്പോൾ ഈ ഒരു അവാർഡ് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം റഷ്യ ഇത് 1998 ഈ അവാർഡ് വീണ്ടും പുനരാരംഭിച്ചത്. 6ാമത്തെ പുരസ്കാരം ഓർഡർ ഓഫ് ദ ഡിസ്റ്റിങ്ക്വിഷ്ഡ് റൂൾ ഓഫ് നിഷാൻ ഇസുദ്ദീൻ. ഇത് മാൽദീവ്സ് ആണ് അദ്ദേഹത്തിന് സമ്മാനിച്ചത്. അപ്പോൾ മാൽദീവ്സിൻ്റെ സമുന്നതമായ പുരസ്കാരമാണ് ഓർഡർ ഓഫ് ദ ഡിസ്റ്റിങ്ക്വിഷ്ഡ് റൂൾ ഓഫ് നിഷാൻ ഇസുദ്ദീൻ. 2019 നരേന്ദ്രമോദിക്ക് ലഭിച്ചു. 7, ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ്. ഇത് വളരെ ഫേമസ് ആണ്. ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ് നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത് ദ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമാണ്, UNEP. ഇത് 2018 നരേന്ദ്രമോദിക്ക് ലഭിക്കുന്നത്. 8ാമത്തെ പുരസ്കാരം ഗ്ലോബൽ ഗോൾ കീപ്പർ അവാർഡ്. ഇതൊരു രാജ്യം സമ്മാനിച്ചതല്ല. ബിൽ ഗേറ്റ്സ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ വൈഫ് മെലിൻഡ ഗേറ്റ്സ്, ഇവരുടെ പേരിലുള്ള ഫൗണ്ടേഷൻ, ബിൽ ഗേറ്റ്സിൻ്റെ ഫൗണ്ടേഷൻ സ്വച്ഛ് ഭാരത് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തെ പരിഗണിച്ചിട്ട് നരേന്ദ്രമോദിക്ക് നൽകിയ അവാർഡാണ് ഗ്ലോബൽ ഗോൾ കീപ്പർ അവാർഡ് എന്നത്. അടുത്തത്, ഓസ്ട്രേലിയയുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് എന്താണെന്ന് നോക്കാം. ഓർഡർ ഓഫ് ഓസ്ട്രേലിയ എന്നുള്ളതാണ് ഓസ്ട്രേലിയയുടെ ഹയസ്റ്റ് അവാർഡ്. അത് 1975 ക്യൂൻ എലിസബത്ത് II 1975 ഓസ്ട്രേലിയയുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ എന്നത് ആദ്യമായി നൽകുന്നത്.
മറ്റൊന്ന് കാനഡയുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓർഡർ ഓഫ് കാനഡ. അപ്പോൾ ഓസ്ട്രേലിയയുടേത് ഓർഡർ ഓഫ് ഓസ്ട്രേലിയ, കാനഡയുടെ ഓർഡർ ഓഫ് കാനഡ എന്നാണ്. അടുത്തത് ഫ്രാൻസിൻ്റെ സിവിലിയൻ അവാർഡ്, ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ലീജിയൻ ഓഫ് ഓണർ എന്നാണ് അറിയപ്പെടുന്നത്. ലീജിയൻ ഓഫ് ഓണർ. നെക്സ്റ്റ് ജപ്പാൻ്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓർഡർ ഓഫ് റൈസിംഗ് സൺ എന്ന് അറിയപ്പെടുന്നു. ഓർഡർ ഓഫ് റൈസിംഗ് സൺ. അപ്പോൾ ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാനാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കും. ഇത് വളരെ പഴയ അവാർഡാണ്. 1875 മുതൽ ഈ അവാർഡ് നൽകുന്നുണ്ട്. ഇനി പാകിസ്ഥാൻ്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് നിഷാൻ-ഇ-പാകിസ്ഥാൻ എന്ന് അറിയപ്പെടുന്നു. നിഷാൻ-ഇ-പാകിസ്ഥാൻ മൊറാർജി ദേശായി, ഹ്യൂ ജിൻഡാവോ, സി ജിൻപിങ് തുടങ്ങിയ നേതാക്കൾക്ക് ഇതിനു മുൻപ് ലഭിച്ചിട്ടുണ്ട്. നിഷാൻ-ഇ-പാകിസ്ഥാന് താഴെയായി ഉള്ള മറ്റ് അവാർഡുകളാണ് ഹിലാൽ-ഇ-പാകിസ്ഥാൻ, സിതാര-ഇ-പാകിസ്ഥാൻ, തംഘ-ഇ-പാകിസ്ഥാൻ തുടങ്ങിയവ. സ്പെയിനിലെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓർഡർ ഓഫ് ഇസബെല്ല ദ കാത്തലിക് എന്ന് അറിയപ്പെടുന്നു. ഓർഡർ ഓഫ് ഇസബെല്ല ദ കാത്തലിക്. ഇതിനു മുൻപ് പഠിച്ച ഓസ്ട്രേലിയ, കാനഡ എന്നീ രാജ്യങ്ങളുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓർഡർ ഓഫ് ഓസ്ട്രേലിയ, ഓർഡർ ഓഫ് കാനഡ എന്നായിരുന്നു. ഇവിടെ സ്പെയിനിൻ്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓർഡർ ഓഫ് ഇസബെല്ല ദ കാത്തലിക് എന്ന് അറിയപ്പെടുന്നു. അടുത്തത് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം. പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം എന്നത് US-ൻ്റെ അവാർഡാണ്. അമേരിക്കയുടെ നൽകുന്ന അവാർഡാണ്. 1963 ഈ അവാർഡ് ആദ്യമായി നൽകിയത്. 1963 എന്നത് അടിമത്തം നിർത്തലാക്കിയിട്ട്, അമേരിക്കയിൽ 1863 അടിമത്തം നിർത്തലാക്കിയത് എബ്രഹാം ലിങ്കൺ. സോ അത് കഴിഞ്ഞുള്ള 100 വർഷത്തിന് ശേഷം 1963 അവരുടെ ഏറ്റവും വലിയ അവാർഡ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകുന്നത് എന്ന് ആലോചിക്കുക. ഇനി മറ്റ് രാജ്യങ്ങളുടെ കൂടി ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഒന്ന് പെട്ടെന്ന് നോക്കി വരാം. അർജൻറ്റീന ഓർഡർ ഡെ മായോ അല്ലെങ്കിൽ ഓഫീസ് ഓഫ് ദ ഓർഡർ. ദെൻ ബംഗ്ലാദേശ് ഫ്രീഡം ഓണർ. ഭൂട്ടാൻ ഓർഡർ ഓഫ് ഗ്രേറ്റ് വിക്ടറി ഓഫ് തണ്ടർ ഡ്രാഗൺ. സോ ഇടിമിന്നലിൻ്റെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് ഭൂട്ടാനാണ്. അതുവഴി ഓർഡർ ഓഫ് ഗ്രേറ്റ് വിക്ടറി ഓഫ് തണ്ടർ ഡ്രാഗൺ ഭൂട്ടാൻ എന്ന് നമുക്ക് ആലോചിക്കാം. ബ്രസീൽ ഓർഡർ ഓഫ് സതേൺ ക്രോസ്. കംബോഡിയ റോയൽ ഓർഡർ ഓഫ് കംബോഡിയ. ചൈന ഓർഡർ ഓഫ് ബ്രില്യൻറ്റ് ജെയ്ഡ്. ചൈനയുടേതൊന്ന് നമുക്കൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ഓർഡർ ഓഫ് ബ്രില്യൻറ്റ് ജെയ്ഡ് എന്നാണ്. ജർമ്മനി ഓർഡർ ഓഫ് മെറിറ്റ് ഓഫ് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി. ഇന്തോനേഷ്യ സ്റ്റാർ ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ. ദെൻ മംഗോളിയ ബെസ്റ്റ് വർക്കർ. അപ്പോൾ ആ പേരിൽ തന്നെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് നോട്ട് ചെയ്ത് പഠിക്കാം. മംഗോളിയ ബെസ്റ്റ് വർക്കർ എന്നാണ് അവരുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. ദെൻ നേപ്പാൾ ജ്വൽ ഓഫ് നേപ്പാൾ. അതും നമ്മുടെ അയൽ രാജ്യം ആയതുകൊണ്ട് നേപ്പാളിനെ നമുക്ക് ഓർത്ത് വയ്ക്കണം. ജ്വൽ ഓഫ് നേപ്പാൾ എന്നാണ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് അറിയപ്പെടുന്നത്. ന്യൂസിലൻഡിൻ്റെ സിവിലിയൻ അവാർഡ് ഓർഡർ ഓഫ് ന്യൂസിലൻഡ്. നേരത്തെ പറഞ്ഞ ഓസ്ട്രേലിയയുടെയും കാനഡയുടെയും പോലെ ന്യൂസിലൻഡിൻ്റെയും ഓർഡർ ഓഫ് ന്യൂസിലൻഡ് എന്ന് തന്നെയാണ്. നെതർലാൻഡ്സിൻ്റെയും ഓർഡർ ഓഫ് ദ നെതർലാൻഡ്സ് ലയൺ എന്നാണ്. ഇനി നോർവേയുടേത് ഓർഡർ ഓഫ് സെൻറ്റ് ഒലാവ്. ഇപ്പോൾ നേരത്തെ റഷ്യ പറഞ്ഞിരുന്നു, അതിവിടെ വീണ്ടും ആവർത്തിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നോർവേയുടെയും ഒരു സെൻറ്റ് എന്നാണ് തുടങ്ങുന്നത്. സെൻറ്റ് ഒലാവ് എന്നുള്ളതാണ് നോർവേ. ഫിലിപ്പൈൻസിൻ്റെത് ക്യൂസോൺ സർവീസ് ക്രോസ്. പോളണ്ടിൻ്റെത് ക്രോസ് ഓഫ് മെറിറ്റ്. റഷ്യ നേരത്തെ പറഞ്ഞിരുന്നു. സൗദി അറേബ്യ നേരത്തെ പറഞ്ഞിരുന്നു. അബ്ദുൾ അസീസ് മെഡൽ. ദെൻ ശ്രീലങ്ക പ്രൈഡ് ഓഫ് ശ്രീലങ്ക. ഓക്കെ, ശ്രീലങ്കയുടെ ഏറ്റവും ബെസ്റ്റ് അവാർഡ് പ്രൈഡ് ഓഫ് ശ്രീലങ്ക എന്നാണ്. ശ്രീലങ്കാഭിമന്യ എന്നും മറ്റൊരു പേരിലും ഇത് അറിയപ്പെടുന്നു. ടർക്കി
തുർക്കിയുടേത് ഓർഡർ ഓഫ് ഡെമോക്രസി എന്നാണ്. അപ്പോൾ അതൊരു പ്രത്യേകതയുള്ളൊരു പേരാണ്. സോ അവരുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് എല്ലാവരും ഓർത്തിരിക്കുക. തുർക്കിയുടേത് അല്ലെങ്കിൽ ടർക്കിയുടേത് ഓർഡർ ഓഫ് ഡെമോക്രസി എന്നാണ്. ദെൻ യുണൈറ്റഡ് കിങ്ഡം, അത് ഓർഡർ ഓഫ് മെറിറ്റ് എന്ന് അറിയപ്പെടുന്നു. യുണൈറ്റഡ് കിങ്ഡം UK യുടേത് ഓർഡർ ഓഫ് മെറിറ്റ് എന്ന് അറിയപ്പെടുന്നു.